പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളിന്ന് വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ തിരുനാൾ ആഘോഷിക്കും. ഈ കഴിഞ്ഞ 6 ദിവസങ്ങൾ നമ്മൾ മോണിക്ക പുണ്യവതിയുടെ ശക്തമായ മധ്യസ്ഥത്തിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി അതിശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മളിനി ഇന്ന് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ മോണിക്ക പുണ്യവതിയുടെ പ്രത്യേകമായ മധ്യസ്ഥത്തിൽ നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ കുടുംബാംഗങ്ങളെ ഏറ്റവും സ്നേഹത്തോടും നന്ദിയോടും കൂടെ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ ശക്തമായ മധ്യസ്ഥത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഇന്നലെ ദൈവികാരുണ്യ യാത്രയും രാവിലെ മുതൽ വൈകുന്നേരം വരെ ദൈവികാരുണ്യ യാത്രയിൽ അതിശക്തമായിട്ട് പ്രാർത്ഥിച്ചു കടന്നുപോയപ്പോൾ ദേശം മുഴുവനിലേക്കും കർത്താവിന് ശക്തി വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ മധ്യസ്ഥതയിലും ശക്തമായ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ച ഓരോ മേഖലകളിലേക്കും കർത്താവിന് ശക്തി പ്രകടമാകാൻ അതിശക്തമായിട്ട് പ്രാർത്ഥിച്ചു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്കൊക്കെ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു. നമ്മുടെ മക്കൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്കൊക്കെ വേണ്ടി ദേശത്തിന്റെ അരൂപികളെ, ലോകാരൂപികളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കിക്കൊണ്ട് കർത്താവിന്റെ ശക്തി പ്രകടമാക്കുന്ന ശുശ്രൂഷ ദിവ്യകാരുണ്യസന്നദ്ധിയിൽ നമ്മൾ ഇന്നലെ പ്രത്യേകം പ്രാർത്ഥിച്ചു. വിശുദ്ധ മോണിക്ക പുണ്യവതി 17 വർഷം മകനു വേണ്ടി പ്രാർത്ഥിച്ച് ആ മകനെ ഇന്നലെ കണ്ടു മാനസാന്തരത്തിലേക്ക് നയിച്ചു. അതിനുശേഷം ആ മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവന്റെ കൂടെ, അവന്റെ കരുതലായി, താങ്ങായി, കൃപയുടെ അഭിഷേക ചാലകമായി ഈ അമ്മ വ്യാപരിച്ചു. അതുകൊണ്ട് നമ്മളിങ്ങനെ പറയില്ലേ, തൻ്റെ മകനു വേണ്ടി ദീർഘനാൾ പ്രാർത്ഥിച്ചപ്പോ 2 വിശുദ്ധരവിടെ ഉണ്ടായി. ഒന്ന്, ആ മകൻ വിശുദ്ധനായി. 2, ഈ അമ്മ വിശുദ്ധിയായിട്ട് മാറുകയാണ്. നാളെ നമ്മള് വിശുദ്ധ അഗസ്തീനോസിന്റെ തിരുനാൾ നോർത്തേക്ക് ഇന്നും നാളെയുമായിട്ട് അമ്മയുടെ മോന്റെ തിരുനാൾ ആഘോഷിക്കാനുള്ള മഹാഭാഗ്യം സഭയ്ക്ക് ലഭിച്ചു. ഈ അമ്മയുടെ ശക്തമായ സ്ഥിരോത്സാഹ പ്രാർത്ഥന നമുക്കറിയാം. ഈ അമ്മ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, തൻ്റെ മരണക്കിടക്കയിൽ, രോഗാവസ്ഥയിൽ അതിനോടകം മകന്റെ കുഞ്ഞ്, മകന്റെ കൂട്ടുകാര് എല്ലാവരും ഒരുമിച്ച് മാമോദിസ സ്വീകരിച്ച് കർത്താവിന്റെ പ്രിയപ്പെട്ട മക്കളായിട്ട് മാറി. അത് കണ്ട് ഈ മക്കളുടെ മാനസാന്തര ജീവിതം കൂടുതൽ തീഷ്ണതയിൽ, സാധാരണ പോലെ മാനസാന്തരപ്പെട്ട് ഇങ്ങനെ തട്ടിമുട്ടി പോകാല്ല, പിന്നെ അങ്ങോട്ട് കർത്താവിന് വേണ്ടി തീയായിട്ട് മാറുക. കർത്താവിന് വേണ്ടി, വചനത്തിനു വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി, സ്വർഗരാജ്യത്തിനു വേണ്ടി അനേകം ആത്മാക്കളെ നേടുന്ന ശക്തമായ ശുശ്രൂഷ ജീവിതത്തിലേക്ക് ഈ മക്കൾ ഒരുമിച്ച് വരും. അങ്ങനെയുള്ള മക്കളോട് ഈ മോണിക്ക പുണ്യവതി പറയാം, നിങ്ങള് അമ്മയ്ക്കൊന്നും ചെയ്തു തരണ്ട. അമ്മയ്ക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, ബലിപീഠത്തിൽ നിങ്ങൾ ബലിയർപ്പിക്കുമ്പോൾ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അത്രേ ഉള്ളൂ ഒരമ്മയുടെ ആഗ്രഹം. നമുക്കറിയാം, ഈ അഗസ്തീനോസ് പുണ്യവാളൻ ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കും, ഈശോയെ, അങ്ങേക്ക് ഇഷ്ടപ്പെട്ട ഒരു മകനായിട്ട് ഞാൻ മാറിയെങ്കിൽ അതിന്റെ പിന്നിൽ എന്നെ ഇഷ്ടപ്പെട്ട് ഇതുപോലെ എന്നെ സ്നേഹിച്ച് എനിക്ക് താങ്ങായി, ഞാൻ വഴുതിറ്റിപ്പോയപ്പോഴും എന്നെ കൈവിടാതെ എന്നെ സ്നേഹിച്ച ഒരമ്മയുണ്ട്. എൻ്റെ അമ്മയാണ് അങ്ങേക്ക് ഇഷ്ടപ്പെട്ട മകനാക്കി എന്നെ മാറ്റി എന്ന് പറഞ്ഞ് അമ്മയെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന മകൻ അഗസ്തീനോസ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ഈ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി. ഞാൻ പറഞ്ഞില്ലേ, അമ്മ മകന് വേണ്ടി മാത്രമല്ല, കുടുംബത്തില് ദൈവം തന്ന ഭർത്താവ് വിജാതീയനാണ്. മകനും ഈ നാളുകൾക്ക് ശേഷമാണ് മാമോദിസ സ്വീകരിച്ചത്. അമ്മായിമ്മ ആ കുടുംബത്തിന്റെ വിളക്കായിട്ട് ഈ മോണിക്ക പുണ്യവതി ക്ഷമിച്ച്, സ്നേഹിച്ച്, പ്രാർത്ഥിച്ച് കർത്താവിന്റെ കൃപയുടെ ഒരു ഉപകരണമായിട്ട് മാറി. ഞാൻ എപ്പോഴും പറയും, മക്കളെ, നമ്മളെല്ലാവരുടെയും ഉത്തരവാദിത്വം കർത്താവിന്റെ കൃപയുടെ ഉപകരണങ്ങളായിട്ട് മാറുക. കർത്താവിന്റെ കൃപ നമ്മിൽ നിറച്ച് പ്രാർത്ഥനയിലൂടെ, കൂദാശയിലൂടെ, ദിവ്യകാരുണ്യത്തിന് മുമ്പിലിരുന്ന് കർത്താവിന്റെ കൃപ നമ്മിൽ നിറച്ച് 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 അത് മക്കളിലേക്ക്, ജീവിത പങ്കാളിയിലേക്ക്,
നമുക്ക് ആരൊക്കെയുണ്ടോ അവരിലേക്ക് നമ്മിലൂടെ പ്രസരിപ്പിക്കുന്ന വലിയ ഒരു ജീവിതം, അഭിഷേക ജീവിതം, അതാണ് നമുക്ക് വേണ്ടത്. അതാണ് മോണിക്ക പുണ്യവതി നമ്മെ പഠിപ്പിക്കുന്ന വലിയ മാതൃക. ഇന്ന് ഈ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. വിളിക്കപ്പെട്ട ജീവിതാന്തസ് ഒരച്ഛനാണ്, ഒരപ്പനാണ്, അമ്മയാണ്, മകനാണ്, കന്യാസ്ത്രീയാണ്, പുരോഹിതനാണ്, ആരുമാകട്ടെ, നമ്മെ പരമേൽപ്പിച്ചിരിക്കുന്ന കുടുംബത്തില്, ശുശ്രൂഷയില്, പൗരോഹിത്യത്തില് കർത്താവിന്റെ കൃപയുടെ ഒരു ചാലകം അല്ലെങ്കിൽ ഒരു ചാനല്, കൈവഴി, അങ്ങനെ പറയാം. കർത്താവെ, അങ്ങയുടെ കൃപകൾ എന്നിൽ നിറച്ച് ആ കൃപകളെ വിതരണം ചെയ്യുന്ന ഒരു ഉപകരണമായിട്ട് എന്നെ മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കൃപ തന്റെ മകനിലേക്ക് ഒഴുക്കി കൊടുത്തത് കൊണ്ടാണ്, കൈവഴിയായിട്ട് ഈ അമ്മ മാറിയത് കൊണ്ടാണ് തന്റെ മകൻ അഗസ്തീനോസും ഭർത്താവ് പെട്യൂഷ്യസും അതോടൊപ്പം തന്നെ അമ്മായി അമ്മയും ഒക്കെ മാനസാന്തരത്തിലേക്ക് വന്നതും അവിടെ ആത്മാക്കൾ രക്ഷ പ്രാപിച്ചതും. അതുകൊണ്ട് നമുക്കിന്ന് മോണിക്ക പുണ്യവതിയുടെ ശക്തമായ മധ്യസ്ഥത്തില് നമുക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവകൃപയുടെ കൈവഴികളായി തീരുവാൻ സാധിക്കട്ടെ. നമ്മിലൂടെ ദൈവകൃപ നമ്മുടെ കുടുംബത്തിലേക്ക്, മക്കളിലേക്ക്, ശുശ്രൂഷകരിലേക്ക്, അനേകം ആത്മാക്കളിലേക്ക്, അനേകം ഇടങ്ങളിലേക്ക്, വീട്ടിലേക്ക്, ജോലിയിലേക്ക്, മക്കളുടെ പഠനത്തിലേക്ക് നമ്മിലൂടെ ദൈവകൃപ ഒഴുകിയെത്താനിടയാകണം. മോണിക്ക പുണ്യവതി അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഒപ്പം നമ്മുടെ മക്കൾക്ക് വേണ്ടി മോണിക്ക പുണ്യവതിയുടെ ശക്തമായ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കാം. അല്പസമയം ദിവ്യാന സന്നദ്ധിയില് മോണിക്ക പുണ്യവതിയോട് ചേർന്ന് നിന്നുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥ നമുക്ക് യാചിക്കാം. മക്കൾക്ക് ഒത്തിരി വേദനിച്ച് തകർന്നു പോകുന്നു, കൂട്ടുകെട്ടി ചെന്ന് പോകുന്നു, തെറ്റായ സ്നേഹബന്ധങ്ങളിൽ പെടുന്നു, ലഹരിക്ക് അടിമപ്പെടുന്നു. ഒത്തിരിയേറെ മാതാപിതാക്കൾ മക്കളെ ഓർത്ത് ചങ്ക് പൊട്ടി നിലവിളിക്കുന്നുണ്ട്. ആ നിലവിളിക്ക് ഉത്തരം ഈ മോണിക്ക പുണ്യവതിയുടെ ജീവിതവും പ്രാർത്ഥനയും മകനെ വീണു പോകാതെ വിശുദ്ധമായ കരങ്ങൾ വിരിച്ചു പിടിച്ച് നിന്ന് പ്രാർത്ഥിച്ചതിന്റെ വലിയൊരു ഉത്തരവുണ്ട് അവിടെ. നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ മക്കൾക്ക് വേണ്ടി. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ തിരുനാളിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും സ്നേഹത്തോടെ നൽകുകയാണ്. വിശുദ്ധ മോണിക്ക പുണ്യവതി തന്റെ പ്രത്യേക മധ്യസ്ഥത്തില് നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി സ്വർഗത്തിൽ ഇരുന്ന് തന്റെ പ്രിയപ്പെട്ട മകൻ വിശുദ്ധ അഗസ്തീനോസിനോട് ചേർന്ന് നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നാളെ വിശുദ്ധ അഗസ്തീനോസ് തിരുനാൾ നമുക്ക് ആഘോഷിക്കാം. ആ വിശുദ്ധന്റെ മധ്യസ്ഥം നമുക്ക് ഇന്നു മുതലേ പ്രാർത്ഥിച്ചു തുടങ്ങാം. അമ്മയും മകനും നമുക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ പ്രിയപ്പെട്ട മകൾ വിശുദ്ധ മോണിക്ക പുണ്യവതിയെ ഞങ്ങൾക്ക് മാതൃകയും മധ്യസ്ഥയുമായി തന്നുകൊണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ച ഈ ദിവസങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോ, ഇന്ന് വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ ഈ മഹാ തിരുനാൾ ദിനത്തില് അങ്ങയുടെ മക്കളായി ഞങ്ങൾ ഒന്ന് ചേർന്ന് വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ ശക്തമായ മധ്യസ്ഥത്തില് ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക്, ഞങ്ങളുടെ മക്കളിലേക്ക് കർത്താവേ അങ്ങയുടെ കൃപ ഒടുക്കാൻ വിശുദ്ധ മോണിക്ക പുണ്യവതിയില് അങ്ങ് നിറച്ചു കൊടുത്ത ആ കൃപ ഞങ്ങളിലേക്കും, ഞങ്ങളുടെ കുടുംബത്തിലേക്കും, ഞങ്ങളുടെ മക്കളിലേക്കും അങ്ങ് ഒഴുക്കണമേ, ഒഴുക്കി തരണമേ. ഈശോയെ, ഞങ്ങളും അങ്ങയുടെ കൃപകൾ നിറയപ്പെട്ട മക്കളായിട്ട് ആ കൃപകളെ ഞങ്ങളുടെ കുടുംബത്തില്, ഞങ്ങളുടെ മക്കളിലേക്ക്, ജീവിത പങ്കാളിയിലേക്ക്, മാതാപിതാക്കളിലേക്ക്, കൊച്ചുമക്കളിലേക്ക്, യുവമക്കളിലേക്ക്, എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷകളിലേക്ക് കൃപ പകർന്നു കൊടുക്കുന്ന കൈവഴികളായിട്ട് ഞങ്ങൾ മാറട്ടെ. അങ്ങയുടെ കൃപയുടെ ഉപകരണങ്ങളായി ഞങ്ങൾ മാറട്ടെ. ആ കൃപയാൽ ഞങ്ങൾ നിറഞ്ഞ് ആ കൃപ അനേകരിലേക്ക് കൊടുക്കുമ്പോൾ അനേക മക്കള് മാനസാന്തരത്തിലേക്ക്, വലിയ ചൈതന്യത്തിലേക്ക്, സൗഖ്യത്തിലേക്ക്, വിടുതലിലേക്ക്, വലിയ അഭിഷേകത്തിലേക്ക് വരും.
കർത്താവ് അങ്ങയുടെ കൃപയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. വിശുദ്ധ മോണിക്ക പുണ്യവതിയിൽ അങ്ങ് നിറച്ചു കൊടുത്ത ആ കൃപ, മോണിക്ക പുണ്യവതിയിലൂടെ അങ്ങ് പകർന്നു കൊടുത്ത ആ വലിയ കൃപ വിശുദ്ധ അഗസ്തീനോസിനെ മാനസാന്തരപ്പെടുത്തി അങ്ങയുടെ പ്രിയപ്പെട്ട മകനാക്കി മാറ്റിയതുപോലെ ഞങ്ങളുടെ മക്കളെയും അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിത പങ്കാളി, ഇവിടെ ജീവിത പങ്കാളി, അമ്മായിയപ്പൻ, അമ്മായിയമ്മ, മരുമക്കള്, പേരക്കിടാങ്ങള്, ഞങ്ങളുടെ കൊച്ചുമക്കള്, ഞങ്ങളുടെ സഹോദരങ്ങള്, എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ ശക്തമായ മധ്യസ്ഥത്തില് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. മക്കളെ, ഇരു കാര്യങ്ങളും ഉയർത്തി കർത്താവിന്റെ ആശീർവാദം നമ്മിലേക്കും നമ്മുടെ മക്കളിലേക്കും വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ മധ്യസ്ഥത്തില് സ്വീകരിക്കുമ്പോൾ കർത്താവിന്റെ കൃപ മോണിക്ക പുണ്യവതിയിൽ നിറഞ്ഞതുപോലെ നമ്മിലൂടെ നമ്മുടെ കുടുംബത്തിലും മക്കളിലും നിറയപ്പെടുന്നത് കണ്ട് അതിനുവേണ്ടി ആശീർവാദം സ്വീകരിച്ചോ. ഹല്ലേലൂയ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, നാളെ മുതൽ നമ്മുടെ വാരാന്ത്യ ധ്യാനം ആരംഭിക്കുകയാണ്. ബുക്ക് ചെയ്ത മക്കളൊക്കെ നേരത്തെ കൂട്ടിയൊക്കെ വരിക. നാളെ വൈകിട്ട് 4 മണിക്കാണ് രജിസ്ട്രേഷൻ തുടങ്ങുക. കുടുംബവൃക്ഷ വിശുദ്ധീകരണ ധ്യാനമാണ് ഈ വാരാന്ത്യത്തിൽ നമ്മൾ പ്രത്യേക നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത്. കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുക. കാർമൽ ധ്യാന കേന്ദ്രത്തിന് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ധ്യാന കേന്ദ്രത്തോട് ചേർന്ന് മധ്യസ്ഥ പ്രാർത്ഥനയിലും ദിവ്യകാരുണ്യ ശുശ്രൂഷ ആരാധനകളിലും മധ്യസ്ഥ പ്രാർത്ഥനയിലും ശുശ്രൂഷകളിൽ പങ്കെടുക്കാനും ധ്യാന കേന്ദ്രത്തോട് ചേർന്ന് നിന്ന് ശുശ്രൂഷയിൽ സഹായിക്കാനൊക്കെ ആഗ്രഹവും മനസ്സുമുള്ള മക്കള് അച്ഛൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ കടന്നു വരിക, അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുക, ധ്യാനകേന്ദ്രത്തിന് പ്രാർത്ഥിക്കുക. അനേക ശുശ്രൂഷകള് കാലഘട്ടത്തിനനുസരിച്ച് കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി, കൃപയുടെ നിറവിന് വേണ്ടി കർത്താവ് ഒരുക്കുന്നുണ്ട്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.